ഓക്കെ ഗൈസ്, ബൗ ക്രോസിംഗ് സിറ്റുവേഷൻ. ഒരു കപ്പല് നമ്മളെ മുന്നിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കപ്പല് നമുക്ക് ക്രോസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ചെയ്യണത്. ബൗ ക്രോസിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കപ്പൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, ഇതിങ്ങനെ ഇങ്ങനെ വന്ന് ഇടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് ഇപ്പൊ നമുക്ക് കപ്പല്. കാരണം ഇടിക്കാനുള്ള സാധ്യത എങ്ങനെയാന്ന് നോക്കുമ്പോൾ നമ്മളെ സ്പീഡും അവരുടെ സ്പീഡും കാൽക്കുലേറ്റ് ചെയ്ത് CP എന്ന് പറയും, ക്ലോസസ്റ്റ് പോയിന്റ് ഓഫ് അപ്രോച്ച്. 1 നോട്ടിക്കൽ മൈൽ പോലും ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ കപ്പലുമായിട്ട് നമ്മളെ വെസൽ ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ കപ്പലിൽ നമ്മളാണ് ഗിവ് കൊടുക്കേണ്ടത്, വഴിയൊരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ്. കാരണം ആ കപ്പൽ പോർട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കപ്പലിന് തിരിക്കാനോ മറിക്കാനോ ഒരു ഓപ്ഷനും ഇല്ല. അപ്പം നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പൊ ആ കപ്പല് ബൗ ക്രോസിംഗ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് വന്നാലും ഇടിക്കുന്നുള്ള കൺഫേം ആയി നമ്മൾ CP നോക്കിയപ്പോ. അപ്പൊ നമ്മൾ എടുക്കാൻ പോണ ആക്ഷൻ നമുക്ക് അതിന്റെ സ്റ്റേൺ കൂടെയാണ് പോകേണ്ടത്. സ്റ്റേൺ എന്ന് വെച്ചാൽ ബാക്ക് സൈഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിക്കാൻ പാടില്ല. കാരണം എന്റെ ആ സൈഡിൽ നിന്ന് ഒരു വെസൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ പോണ ആക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ആക്ഷൻ എടുക്കാൻ പോവാണ്. ക്യാൻ ഐ പ്രൊസീഡ് ക്യാപ്റ്റൻ? ഓക്കെ, ഞാൻ സ്റ്റാർ ബോർഡിലോട്ട് തിരിക്കണം കേട്ടോ, നമ്മളെ റൈറ്റ് സൈഡിലോട്ട്. ജോസ്റ്റിക്കിലാണ് നമ്മൾ വെസൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാർഡ് സ്റ്റാർ ബോർഡിലോട്ട് കൗണ്ടർ ചെയ്ത് വെച്ചേക്കണെയാണ്. ഇപ്പോൾ നമ്മളെ വെസൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. 360 ഡിഗ്രി ഫുൾ ടേൺ ആയിട്ട് വേണം നമ്മൾ അവിടുന്ന് പോകണ്ട്. ഇതിലെ തിരിഞ്ഞ് അങ്ങനെ തിരിഞ്ഞു വരാം കേട്ടോ. നമ്മൾ ആക്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഈ ആക്ഷൻ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടുന്ന് വെസലുകൾ വരണ്ടെന്ന് നോക്കണം. നമുക്ക് അതിലെ പോകാൻ പറ്റില്ല, അവിടെ വേറെ വെസൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ തിരിയണ ഒരു ട്രാക്ക്. നമ്മൾ വന്ന വഴിയിൽ നിന്ന് വീണ്ടും തിരിഞ്ഞ് നേരെ റൗണ്ട് ചെയ്ത് ആ കപ്പലിൻ്റെ ബാക്ക് സൈഡിലോട്ട് നമ്മൾ ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഷിപ്പ് ഈ പോർട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, തിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളാണ് അവർക്ക് വഴി ഒരുക്കേണ്ടത്. നമ്മളാണ് ടീവേ വെസൽ, അതാണ് നമ്മളാണ് വഴി ഒരുക്കി കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ പാസ് ചെയ്യാൻ പാടില്ല. പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇടിക്കാൻ മാത്രമല്ല നല്ല മുട്ടൻ ഫൈനും കിട്ടും. അപ്പോ നമ്മൾ ഏകദേശം ക്ലിയർ ആയി. ആ ഷിപ്പ് അവിടെ എത്തി. നമ്മൾ നേരെ സ്റ്റേൺ കൂടെ എടുത്ത് പോകണം. നമ്മൾ വന്ന വഴി ഫുള്ള് റൗണ്ട് ചെയ്ത് അതിന്റെ സ്റ്റേൺ വഴി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഷിപ്പുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ബൗ ക്രോസിംഗ് ആണെങ്കിൽ പെട്ടെന്ന് തിരിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പെട്ടെന്ന് അവർക്ക് ഷിപ്പുകളും തിരിക്കാൻ, നമ്മൾ ചെറിയ വെസലായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റുന്നത്. കപ്പലുകളാണെങ്കിൽ അത്ര 10-20 മിനിറ്റ്സ് നോട്ടീസ് ഒക്കെ കൊടുക്കണം. അവർക്ക് പെട്ടെന്ന് തിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിക്കാൻ പറ്റൂല. നമ്മൾ ചെറിയ വെസലായതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആക്ഷൻ എടുക്കാൻ പറ്റിയത്. അപ്പൊ ഗൈസ്, നമ്മളിത് അതിന്റെ സ്റ്റേൺ പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പോർട്ടിനകത്തേക്ക് നമ്മൾ കയറുന്നു. ആ വലിയ ഷിപ്പുകൾ കയറുന്ന പോർട്ടിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ കപ്പലുകൾ പോർട്ടിനകത്തേക്ക് പോകുമ്പോൾ പൈലറ്റ് ബോട്ടുകളാണ് അവരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്യാപ്റ്റനെ കമാൻഡ് ചെയ്യുന്നത് പൈലറ്റാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗൈസ്, ബൗ ക്രോസിംഗ് സിറ്റുവേഷനിൽ ഇപ്പൊ ഇവിടുന്ന് ഒരു ഷിപ്പുകളും വരുന്നതാണെന്നുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ ഗീവ് അവേ ഒരുക്കേണ്ട ഈ വെസലാണ്. എന്ന് വെച്ചാൽ ഈ ഗീവ് അവേ ഒരുക്കേണ്ട ഈ വെസൽ ഇങ്ങനെ തിരിക്കണം. കാരണം ചിലപ്പോൾ ഈ വെസൽ വരുന്ന നിങ്ങളെ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങിപ്പോവുക, അങ്ങനെ പലതും സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ അവന് തിരിക്കാത്തതുകൊണ്ട് നിങ്ങൾ അവൻ്റെ ബാക്കിലൂടെ ഓൾട്ടർ ചെയ്ത് പോകുന്ന സമയത്താവും നിങ്ങൾ കാണുന്നത്. ആ കാണുന്ന സമയത്ത് പുള്ളി അവരുടെ റൂൾസ് റെഗുലേഷൻസ് അനുസരിച്ച് പോർട്ടിലേക്ക് ഓൾട്ടർ ചെയ്യും, കൊലിഷൻ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് വേണം അവരെ സ്റ്റേൺ എടുത്ത് പോവാൻ. അതാണ് നമ്മുടെ കടലിലെ RORന്റെ നിയമം. അപ്പോൾ ബൗ ക്രോസിംഗ് സിറ്റുവേഷന്റെ മാക്സിമം നിയമങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ കപ്പല് നേരെ അതിന്റെ പോർട്ടിലോട്ട് പോയി. ഞങ്ങളെ പോർട്ടിലോട്ട് കയറി പോകാൻ നിൽക്കുകയാണ്. ബൗ ക്രോസിംഗ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഗൈസ്. എന്തായാലും കൂടുതൽ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇനി ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഓക്കെ, ബൈ.